ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ അർജാനിലെ വൺ ഓഫ് ദ സ്റ്റൈലിഷ് ആയ ഒരു പ്രോജക്റ്റാണ്. നല്ലൊരു പ്ലോട്ടാണ് ബിങ്കാത്തി കിട്ടിയത്. ബിങ്കാത്തി എൽസിയു എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. നേരെ മുന്നിൽ തന്നെയാണ് നമ്മുടെ ഉമ്മസുക്കൈം റോഡ്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്ലയൻറ്റ് കൃത്യം ഒരു വർഷം മുമ്പാണ് ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത്. എൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്പീഡ് നോക്കും, ഓൾമോസ്റ്റ് 40% എനിക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് വിചാരിക്കുന്നത്. ഇത് 41 ഫ്ലോറാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തപ്പോൾ ബേസ് പ്രൈസിലാണ് ഞാനൊരു 1 ബെഡ്റൂം ഈ ഒരു പ്രോജക്റ്റിൽ എടുത്തത്. ഏതാണ്ട് 1.22 ആ റേഞ്ചിലായിരുന്നു എനിക്ക് കിട്ടിയത്. ഇന്ന് സെയിം യൂണിറ്റ് മാർക്കറ്റിൽ റീസെയിലിന് എനിക്ക് ഓഫർ കിട്ടിയിരിക്കുന്നത് 1.45 ഓൾമോസ്റ്റ് 230,000 പ്രോഫിറ്റിൽ. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ, എൻ്റെ ക്ലയൻറ്റ് ഇപ്പോഴും ആസ് പെർ ദ പേയ്മെൻറ്റ് പ്ലാനിൽ ഏതാണ്ട് 530 ആ റേഞ്ചിലാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് കിട്ടുന്ന പ്രോഫിറ്റാണ് 230 എന്ന് പറയുന്നത്. അഥവാ നമുക്ക് ഓൾമോസ്റ്റ് 45% എന്ന് പറയാം. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കറക്റ്റ് 2026 ഒക്ടോബറിലാണ് ഇത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുക. ഒരു വർഷം ഇനിയും സമയമുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഏതാണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഒരു 40%ഓളം പ്രോഫിറ്റ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് ഇപ്പോൾ ഇത് വിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഫ്യൂച്ചർ മെട്രോ വരാൻ പോകുന്നുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ തൊട്ടടുത്താണ്, മെയിൻ റോഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മെട്രോ സ്റ്റേഷനും വരുന്നത്. അപ്പോൾ ഇനിയും പ്രൈസ് കൂടും. അപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുബായിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്ന് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഫിസിക്കൽ അസറ്റാണ് നമ്മൾ ഈ ഒരു എവറി ഡേ ഗ്രോയിങ് സിറ്റിയിൽ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും നമ്പറിൽ.